എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നല്ലൊരു അടിപൊളി പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന ജംഗ്ഷൻ നമ്മുടെ പാലക്കാട് ജില്ല കാവശ്ശേരി ജംഗ്ഷനിലെ കാവശ്ശേരി പഞ്ചായത്തിലെ കാവശ്ശേരി ജംഗ്ഷനാണ്. കാവശ്ശേരി വില്ലേജ് ജംഗ്ഷൻ. ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ചുങ്കം ജംഗ്ഷൻ വരിക. അപ്പോൾ ആലത്തൂർ ടൗണിൽ നിന്ന് നമ്മുടെ ഈ പ്ലോട്ടിലേക്ക് ഏകദേശം ഒരു 4-5 കിലോമീറ്റർ താഴെ മാത്രമാണ്, 4.5 കിലോമീറ്റർ അടുത്താണ് ദൂരം വരുന്നത് കേട്ടോ. ഇതെവിടെയെന്ന് വെച്ചാൽ കാവശ്ശേരി KPSC സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഗ്രാമം, കാവശ്ശേരി ഗ്രാമത്തിലാണ് ഈ പ്ലോട്ട് വരുന്നത്. വീട് വയ്ക്കാൻ അനുയോജ്യമായ നല്ല മനോഹരമായിട്ടുള്ളൊരു ഏരിയയിൽ, നല്ല പാടം ഫ്രണ്ടേജൊക്കെ ആയിട്ടുള്ള നല്ല പഞ്ചായത്ത് റോഡ് സൈഡിലായിട്ട് ഒരു വശത്തൊക്കെ ഉണ്ട്. അതുപോലെ തെങ്ങും തോട്ടമാണ്, റബ്ബറും തോട്ടമല്ല. ആൾക്കാർ പ്രത്യേകം ചോദിക്കും റബ്ബറും തോട്ടത്തിൻ്റെ അടുത്തല്ലാതെ വീട് വെക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ആയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഒരു 10 സെൻറ്റ് 12 സെൻറ്റ് ഒക്കെ ആയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇതിൽ 13 സെൻറ്റ് സ്ഥലമാണ്. ഈ കാണുന്നതാണ് നമ്മുടെ സ്ഥലം കേട്ടോ. അപ്പോൾ ഇതാണ് പാടം. പാടത്തിൻ്റെ മുകളിലേക്കാണ് ടാർ റോഡ് വരുന്നത്. ഇവിടെയൊന്നും വെള്ളം കയറുന്ന ഭാഗമില്ല. അപ്പോൾ അടുപ്പിച്ചൊരു 10 ദിവസം നല്ലൊരു മഴ ഉണ്ടായിട്ടും ഇങ്ങോട്ടൊന്നും അധികം വെള്ളം കയറിയിട്ടില്ല. വെള്ളം കയറിയിട്ടേ ഇല്ലാത്തൊരു പ്രദേശമാണ്. ഈ പ്രളയകാലത്തൊന്നും വെള്ളം കയറാത്ത ഒരു ഭാഗത്ത് പഞ്ചായത്ത് ടാർ റോഡ് സൈഡിൽ, അതും ഏകദേശം ഒരു 10-60 മീറ്ററോളം റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന, നമുക്ക് ഇനി കിഴക്കോട്ടോ വടക്കോട്ടോ ദർശനമായിട്ട് വീട് വയ്ക്കാൻ പാകത്തിനായിട്ടുള്ള നല്ലൊരു അടിപൊളി പ്രോപ്പർട്ടി. ഇതിൻ്റെ വില പറഞ്ഞിരിക്കുന്നത് ഒരു സെൻറ്റിന് 1.25 ലക്ഷം രൂപയാണ്. 1,75,000 രൂപ കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് കണ്ട് നോക്കുക, നല്ല കാറ്റാണ്. നമുക്ക് എത്ര കടുത്ത വേനലിലാണെങ്കിലും ഈ ഒരു മുന്നിൽ ഇങ്ങനെ ഏക്കർ കണക്കിന് നെൽകൃഷി ആയതുകൊണ്ട്, പാടശേഖരം ആയതുകൊണ്ട് നല്ലതുപോലെ എപ്പോഴും ഈ കിഴക്ക് ഭാഗത്ത് നിന്ന് നല്ല കാറ്റുണ്ടാവും. അപ്പോൾ ഇവിടെ വന്ന് നിന്നാൽ നമ്മുടെ ഇളയരാജ സാറിൻ്റെ ആ പാട്ടാണ് ഓർമ്മ വരിക. സ്വർഗമേ என்றாலும் അത് നമ്മൂര് പോലെ വരുമാ എന്നുള്ള ആ ഒരു പാട്ട്. അപ്പോൾ അതാണ്ട് കിണർ വെള്ളമൊക്കെ കിട്ടാൻ സാധ്യതയുള്ളൊരു ഭാഗമുണ്ടോ. കാരണം ഒരു സൈഡൊക്കെ പാടമായതുകൊണ്ട് നിലവിൽ ഈ പ്രോപ്പർട്ടിക്കകത്ത് കിണറുണ്ട് ഒരെണ്ണം. അപ്പോൾ ഇതിലൊരു മോട്ടോർ ഷെഡ്, അത് ഒരു 500-600-700 സ്ക്വയർ ഫീറ്റ് ഒരു തറ കെട്ടിയിട്ടുണ്ട്. അതാണ്ട് ആ കാണുന്നത് വേനൽക്കാല ദൃശ്യമാണ് ഈ കാണുന്നത് കേട്ടോ. വേനൽക്കാലത്ത് അവരുടെ ഫോണിൽ നിന്ന് ഫോട്ടോ എടുത്താണ്. അപ്പോൾ ഈ ഒരു ഷെഡിനോട് ചുറ്റും തറ കെട്ടിയിട്ടിട്ടുണ്ട്, അത് ബെൽറ്റ് വാർത്തിട്ടില്ല. അപ്പോൾ ഒരു കിണറും ഉണ്ട്. നല്ല റോഡ് സൗകര്യമായിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ്. ഒരു സെൻറ്റിന് ചോദിച്ചിരിക്കുന്നത് 1.25 ലക്ഷം രൂപയാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ആ മഴ സമയത്ത് ഇപ്പോൾ പുല്ല് വളർന്നൊരു കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ നല്ലതുപോലെ കായ്ക്കുന്ന 1-2 തെങ്ങുകളുണ്ട്. അപ്പോൾ നല്ല ടൗണിൻ്റെ ഒരു സൗകര്യവും, എന്നാൽ ടൗണിൻ്റെ ബഹളമയങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറി തൊട്ടിപ്പുറയൊക്കെ ആയിട്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു ഏരിയയിലാണ് ഈ സ്ഥലമുള്ളത്. അപ്പോൾ നല്ല റെസിഡൻഷ്യൽ ഏരിയയാണ്. അടുത്തൊക്കെ നല്ല നല്ല VIP വീടുകളൊക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു ഗ്രാമീണ അന്തരീക്ഷത്തിലാണ് ഈ വീട് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ സ്ക്രീനിൽ കൊടുത്ത ഈ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. ആലത്തൂർ ടൗണിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളിലേക്കും ജസ്റ്റ് ഒരു 4-5 കിലോമീറ്റർ താഴെ മാത്രമാണ് ദൂരം വരുന്നത്. അത് നമ്മുടെ കിണർ ഇതാണ് കേട്ടോ. ഇതിനൊരു ആൾമറ കെട്ടണം. കരിങ്കല്ല് കെട്ടിയിട്ടുള്ളൊരു കിണറാണ്. അപ്പോൾ ഇതിനൊരു ആൾമറ കെട്ടണം. നല്ല നിരപ്പായി കിടക്കുന്ന സ്ഥലമാണ്. പാറയോ കാര്യങ്ങളോ മറ്റുള്ളതൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഒരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു കിടിലൻ പ്രോപ്പർട്ടി. 1,75,000 രൂപ പെർ സെൻറ്റിന് ചോദിക്കുന്നുണ്ട്. ഒരു 60 മീറ്ററോളം നമുക്ക് ഫ്രണ്ടേജും വരുന്നുണ്ട്. അതായത് ഇങ്ങനെ ഒരു കോർണറിലായിട്ടാണ്. അപ്പോൾ നമുക്ക് വടക്കോട്ടും വീട് വെക്കാം, അല്ലെങ്കിൽ കിഴക്കോട്ടും വീട് വെക്കാം എന്നുള്ള രീതിക്ക്. അപ്പോൾ ആലത്തൂർ ടൗണിലേക്ക് 5 കിലോമീറ്റർ ഞാൻ പറഞ്ഞു. ഇനിയിപ്പോൾ കാവശ്ശേരിയിലേക്കാണെങ്കിൽ, സെൻട്രലിലേക്ക് ആണെങ്കിൽ മാക്സിമം 1 കിലോമീറ്റർ ദൂരം വരുന്നത്. എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു ജംഗ്ഷനാണ് കാവശ്ശേരി ജംഗ്ഷൻ. അപ്പോൾ അവിടെ തന്നെ നമുക്ക് ആരാധനാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്താൽ ഇതൊന്ന് കാണാനുള്ള സൗകര്യം ചെയ്തുതരാം. ഇത് നമുക്ക് വടക്ക് വശത്ത് നിന്നുള്ള ദൃശ്യമാണ്. വടക്കോട്ടായിട്ട് തിരിഞ്ഞു നിൽക്കുന്ന ഈ ഭാഗത്ത് നിന്ന് ഇവിടെ ഒരു ചെറിയൊരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നും നമുക്ക് ഒരു എൻട്രി വേണമെങ്കിൽ കൊടുത്ത് അങ്ങനെ ഒരു വീട് പണിയാം. ഇനിയിപ്പോൾ ഏട്ടൻ അനുജന്മാരൊക്കെ ആണെങ്കിൽ 2 പാർട്ടികൾ വന്നിട്ട് എടുക്കുകയാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ 13 സെൻറ്റിൽ നിന്ന് മുറിച്ചിട്ട് 2 കൊടുക്കാനും പറ്റും. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക. നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.